Hi dear students, welcome back to Alex E Academy. ഈ ഒരു ലെക്ചർ വീഡിയോയിൽ CET 303 ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ലെക്ചറാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ജനറൽ ഇൻട്രൊഡക്ഷൻ ടു RCC. എന്താണ് RCC എന്ന് പറഞ്ഞാൽ? റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ്. അപ്പോൾ നമ്മൾ ഈ ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചറിൽ പഠിക്കുന്നത് എല്ലാം ഈ ഒരു RCCനെ പറ്റിയിട്ടാണ് അല്ലേ. കാരണം ചുമ്മാ നമ്മൾ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യുമല്ല. നമ്മൾ ഇപ്പോൾ വീടൊക്കെ പണിയുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കോൺക്രീറ്റ് ഇടുന്നതിന് മുമ്പ് അതിൻ്റെ അകത്ത് നമ്മൾ കമ്പിയൊക്കെ കറക്റ്റ് ലെങ്ത്തിലും ഡയമെൻഷനിലും ബെൻഡിങ്ങിലും ഒക്കെ ഇട്ട് സ്പേസിംഗ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ കോൺക്രീറ്റ് ഇടുന്നത്. അങ്ങനെയാണ് നമ്മുടെ സ്ലാബും കോളവും ബീമും നമ്മുടെ വീട്ടിലുള്ള ഓരോ കോൺക്രീറ്റ് മെമ്പറും നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ RCC എന്ന് പറയുന്നത്. അപ്പോൾ RCC എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് പ്ലസ് അതിൻ്റെ അകത്ത് കമ്പി ഉണ്ടാകും, റീഇൻഫോഴ്സ്മെൻറ്റ്. കമ്പീനെയാണ് നമ്മൾ ബാർ അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കോൺക്രീറ്റ് ഈസ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ വിത്ത് ആൻ അപ്രോക്സിമേറ്റ് യൂസേജ് റേറ്റ് ഓഫ് 1 ton ഫോർ എവറി ലിവിങ് ഹ്യൂമൻ ബീയിങ്. അപ്പോൾ നമ്മൾ അറ്റ് പ്രസൻറ്റ് ഏറ്റവും കൂടുതൽ ലോകത്തെ എല്ലായിടത്തും യൂസ് ചെയ്യുന്ന ഒരു കൺസ്ട്രക്ഷൻ മെറ്റീരിയലാണ് കോൺക്രീറ്റ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ PCC ആൻഡ് RCC? എന്താണ് PCCയും RCCയും തമ്മിലുള്ള വ്യത്യാസം? PCC എന്ന് പറഞ്ഞാൽ പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ്. വെറുതെ നമ്മൾ കല്ലും മണ്ണും സിമെൻറ്റും വെള്ളവും തമ്മിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ആണ്. ഓക്കെ, RCC എന്ന് പറഞ്ഞാൽ എന്താണ്? റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് ആണ്. അതായത് കോൺക്രീറ്റിൻ്റെ അകത്ത് നമ്മൾ ബാറ്, കമ്പി അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെൻറ്റ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ RCC എന്ന് പറയും. അപ്പോൾ എന്താണ് PCCയും RCCയും തമ്മിലുള്ള വ്യത്യാസം? എന്തിനാണ് നമ്മൾ RCC സ്ട്രക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഓക്കെ, PCC ഈസ് എ കോമ്പോസിറ്റ് മെറ്റീരിയൽ കംപ്രൈസിങ് ഓഫ് cement, aggregate and water in a suitable proportion. It is widely used because it has a durability under adverse condition. It is easy with which it can be casted into sheets. It is relatively economic and easy availability of ingredients. Okay, PCC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമെൻറ്റും അഗ്രിഗേറ്റും വാട്ടറും. ഈ അഗ്രിഗേറ്റിനകത്ത് എന്തൊക്കെയുണ്ട്? ഫൈൻ അഗ്രിഗേറ്റും ഉണ്ടാവും, കോസ് അഗ്രിഗേറ്റും ഉണ്ടാവും. ഫൈൻ അഗ്രിഗേറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ സാൻഡും, കോസ് അഗ്രിഗേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലും. അപ്പോൾ സിമെൻറ്റ്, ഫൈൻ അഗ്രിഗേറ്റ്, കോസ് അഗ്രിഗേറ്റ്, വാട്ടർ ഇതെല്ലാം ഒരു സ്യൂട്ടബിൾ പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റാണ് PCC, പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ്. എന്തുകൊണ്ടാണ് ഇത് വൈഡ്ലി യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നല്ല ഡ്യൂറബിലിറ്റി ഉണ്ട്. അഡ്വേഴ്സ് കണ്ടീഷനിലും ഏറ്റവും കൂടുതൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഈ ഒരു കോൺക്രീറ്റിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഈസ് വിത്ത് വിച്ച് ഇറ്റ് ക്യാൻ ബി കാസ്റ്റഡ് ഇൻ ടു ഷീറ്റ്സ്. നമുക്ക് ഏത് ഷേപ്പിലേക്ക് കാസ്റ്റ് ചെയ്യണമെങ്കിലും നമുക്ക് കോൺക്രീറ്റിനെ സിമ്പിളായിട്ട് കാസ്റ്റ് ചെയ്തെടുക്കാം. അതേപോലെ റിലേറ്റീവ്ലി എക്കണോമിക് ആൻഡ് ഈസി അവൈലബിലിറ്റി. അപ്പോൾ കോൺക്രീറ്റ് എക്കണോമിക്കലാണ്. കാരണം കോൺക്രീറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിമെൻറ്റ് മാത്രമാണ് കോസ്റ്റ്ലി ആയിട്ടുള്ളത്. ബാക്കി സാൻഡ് ആണെങ്കിലും അഗ്രിഗേറ്റ് ആണെങ്കിലും വാട്ടർ ആണെങ്കിലും ഒക്കെ നമുക്ക് ലോക്കലി അവൈലബിൾ ആണ്, അതുപോലെ ലോ കോസ്റ്റുമാണ്. ദ മെയിൻ സ്ട്രെങ്ത് ഓഫ് PCC ലൈസ് ഇൻ കംപ്രഷൻ, which is better than brick and stone masonry, which usually range from 10 to 100 megapascal. ഓക്കെ, അപ്പോൾ ഈ പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. ഓക്കെ, അപ്പോൾ യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രിക്ക് അല്ലെങ്കിൽ സ്റ്റോൺ മേസൺട്രി അല്ലേ. നമ്മൾ ഈ നമ്മുടെ ഭിത്തിയൊക്കെ കെട്ടുന്നത് ബ്രിക്ക് മേസൺട്രി വെച്ചിട്ടും നമ്മുടെ കോമ്പൗണ്ട് വാളൊക്കെ കെട്ടുന്നത് സ്റ്റോൺ മേസൺട്രി വെച്ചിട്ടുമാണ്. അപ്പോൾ ഈ ബ്രിക്ക് മേസൺട്രിയും സ്റ്റോൺ മേസൺട്രിയെക്കാളും വളരെയധികം കംപ്രസീവ് സ്ട്രെങ്ത് ഈ ഒരു PCC കോൺക്രീറ്റിനുണ്ട്. അതുകൊണ്ടാണ് നമ്മളതിനെ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. PCC സ്റ്റാൻഡ്സ് ഫോർ പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ്. ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു. ദ യൂസ് ഓഫ് PCC ആർ കൺസ്ട്രക്ഷൻ ഓഫ് പേയ്മെൻറ്റ്സ് ആൻഡ് ആസ് എ ബേസ് ഓഫ് ഫൗണ്ടേഷൻ. ഇപ്പോൾ യൂഷ്വലി നമ്മൾ PCC നമ്മൾ യൂസ് ചെയ്യുന്നത് പേയ്മെൻറ്റ്സ്, റോഡിൻ്റെയൊക്കെ കൺസ്ട്രക്ഷനും അതേപോലെ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടേഷനിലുമാണ് നമ്മൾ ഈ ഒരു PCC ഉപയോഗിക്കുന്നത്. അതായത് ചുമ്മാ നമ്മൾ പ്ലെയിൻ കോൺക്രീറ്റ് മാത്രം യൂസ് ചെയ്യുന്നത്. പേയ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ റോഡ് കൺസ്ട്രക്ട് ചെയ്യാനും നമ്മുടെ വീടിൻ്റെയൊക്കെ തറ കൺസ്ട്രക്ട് ചെയ്യാനൊക്കെയാണ് നമ്മൾ PCC യൂസ് ചെയ്യുന്നത്. അതായത് ചുമ്മാ കോൺക്രീറ്റ് മാത്രം, അതിനകത്ത് കമ്പിയോ ബാറോ ഒന്നും നമ്മൾ പ്രൊവൈഡ് ചെയ്യത്തില്ല. ഇനി എന്തിനാണ് നമുക്ക് RCC വേണ്ടത്? റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് അല്ലേ.
RCC stands for reinforced cement concrete. It is used to improve the ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്. ഓക്കെ, അപ്പോൾ ഈ പി സി സിയുടെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ, അഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞായിരുന്നു, പി സി സി എന്ന് പറഞ്ഞാൽ അതിന് മാക്സിമം കംപ്രഷൻ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ പി സി സിയുടെ സ്ട്രെങ്ത് അല്ലെങ്കിൽ കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് എന്ന് വെച്ചാൽ അതിൻ്റെ കംപ്രഷൻ ഹോൾഡിങ് കപ്പാസിറ്റിയാണ്. മാക്സിമം കംപ്രഷനെ അത് ഹോൾഡ് ചെയ്യും. പക്ഷേ അത് വീക്ക് ഇൻ ടെൻഷനാണ്. ടെൻസൈൽ ഫോഴ്സ് കൊടുത്താൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോവും. അതായത് സാധാരണ ഒരു കോൺക്രീറ്റിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് വെച്ചാൽ 1/10 ഓഫ് കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. അപ്പോൾ ഒരു കോൺക്രീറ്റിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് വെച്ചാൽ അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത്തിൻ്റെ 1/10 ഉള്ളൂ. അപ്പോൾ അത്രയും വീക്കറാണ് ഈ പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ടെൻസൈൽ ഫോഴ്സ് കൊടുത്താൽ. അപ്പോൾ അതിനെ ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ കോൺക്രീറ്റിൻ്റെ അകത്ത്, ഈ കോൺക്രീറ്റിൻ്റെ നമ്മൾ ബെൻഡിങ് ഡയഗ്രമൊക്കെ നമ്മൾ മോസി പഠിച്ചിട്ടുണ്ട് അല്ലേ? ബെൻഡിങ് ഡയഗ്രം, ഇതുപോലത്തെ ഒരു ബെൻഡിങ് ഡയഗ്രമൊക്കെ പഠിച്ചിട്ടുണ്ട്. മുകളിൽ കംപ്രഷനും താഴെ ടെൻഷനും ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു റെക്റ്റാങ്കുലർ ബീമാണെന്ന് വിചാരിച്ചു. കോൺക്രീറ്റിൻ്റെ റെക്റ്റാങ്കുലർ ബീമാണെങ്കിൽ ന്യൂട്രൽ ആക്സിസ് വരച്ചാൽ ഇതിൻ്റെ മുകളിലെ പോർഷനിൽ കംപ്രഷനും താഴത്തെ പോർഷനിൽ ടെൻഷനും ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ്, പ്ലെയിൻ ആയിട്ടുള്ള സിമെൻറ്റ് കോൺക്രീറ്റ് ആണ്. ഞാൻ നടുക്കൊരു ന്യൂട്രൽ ആക്സിസ് വരച്ചു. അതിൻ്റെ ബെൻഡിങ് ഡയഗ്രമാണ് ഇത്, സ്ട്രെസ് ഡയഗ്രമാണ് ഇത്. മുകളിൽ കംപ്രഷനും താഴെ ടെൻഷനും വരും. അപ്പോൾ ഇതിനെ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ആക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ടെൻഷൻ സോണിൽ, ടെൻഷൻ സോൺ എന്ന് വെച്ചാൽ താഴത്തെ സോണിൽ നമ്മൾ കമ്പികൾ പ്രൊവൈഡ് ചെയ്യും. എന്തുകൊണ്ടാണ് അത് താഴെ പ്രൊവൈഡ് ചെയ്യുന്നത്? ഇത് സാധാരണ നമുക്ക് ഇൻ്റർവ്യൂസിലും PSCസിലൊക്കെ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. എന്തുകൊണ്ടാണ് RCC സ്ട്രക്ചേഴ്സിൽ കമ്പി അല്ലെങ്കിൽ ബാറുകൾ താഴത്തെ പോർഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നത്? അതിൻ്റെ ഉത്തരം, താഴെയാണ് ടെൻസൈൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത് ഏത് മെമ്പറിലാണെങ്കിലും. അപ്പോൾ ടെൻസൈൽ സ്ട്രെസ്സിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളതിൽ സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ളതൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ പഠിക്കാം. ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നതേ ഉള്ളൂ. സ്റ്റീൽ ബാർസ് ആർ എംബഡഡ് ഇൻ ഇറ്റ്. ദസ് RCC comprises of cement, fine aggregate, coarse aggregate and reinforcing steel bars. ഓക്കെ, അപ്പോൾ RCC എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ സ്റ്റീൽ ബാർസിനെ കൂടി ഇൻകോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ RCCയുടെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്? സിമെൻ്റ് ഉണ്ട്, ഫൈൻ അഗ്രിഗേറ്റ്, കോസ് അഗ്രിഗേറ്റ്, പിന്നെ റീഇൻഫോഴ്സിങ് സ്റ്റീൽ ബാർസ്, കമ്പികളും ഉണ്ട്, പ്ലസ് വാട്ടർ. ഇതെല്ലാം കൂടി ചേർന്നതാണ് നമ്മൾ RCC എന്ന് പറയുന്നത്. These steel bars embedded in the tensile zone compensate for the concrete's inability to withstand tension. അപ്പോൾ ഈ സ്റ്റീൽ ബാർ നമ്മൾ ആ ഒരു കോൺക്രീറ്റിൻ്റെ ടെൻഷൻ സോണിലാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ പ്ലേസ് ചെയ്യുന്നത്. അതിന് കാരണം ഈ ടെൻസൈൽ ബാർ അല്ലെങ്കിൽ റീഇൻഫോഴ്സിങ് ബാർസ് കോൺക്രീറ്റിൻ്റെ വീക്ക്നെസ് എന്താണ്? ടെൻഷൻ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കോൺക്രീറ്റിന് കുറവാണ്. അപ്പോൾ കോൺക്രീറ്റിൻ്റെ ആ വീക്ക്നെസ്സിനെ ഈ ബാറുകൾ തമ്മിൽ കവർ ചെയ്തോളൂ. ഒരു സിമ്പിൾ എക്സാമ്പിളായിട്ട് ഇതൊരു PCC മെമ്പറാണ്. ഇതുപോലത്തെ ഒരു PCC മെമ്പറാണ്. നമ്മൾ അതിൻ്റെ അകത്ത് ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ആണെങ്കിൽ സഡൻ ആയിട്ട് അത് ക്രാക്ക് ചെയ്ത് പോകും. സഡൻ ക്രാക്കിംഗ് ആയിരിക്കും. നമുക്ക് അതിൻ്റെ അകത്ത് നേരത്തെ ഒരു പാടൊന്നും കാണാൻ പറ്റത്തില്ല. ആ ലോഡ് അതിൻ്റെ അൾട്ടിമേറ്റ് ലിമിറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ മെമ്പർ പൊട്ടിപ്പൊളിഞ്ഞു പോകും. അപ്പോൾ PCC ബീം ക്രാക്ക് അണ്ടർ ഫ്ലെക്സറൽ ടെൻഷൻ, ബ്രിട്ടിൽ ഫെയിലിയർ ആണ് ഒരു PCC മെമ്പറിൽ സംഭവിക്കുന്നത്. ഇനി അതേ സമയത്ത് ഇത് നമ്മളൊരു RCC മെമ്പറാണ്. ഇതെങ്ങനെ മനസ്സിലായി ഇത് RCC ആണെന്ന്? ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ കോൺക്രീറ്റ് ബീം. അതിൻ്റെ അകത്ത് ഇതേപോലെ നമ്മളൊരു ബാർ പ്ലേസ് ചെയ്തിട്ടുണ്ട്, റീഇൻഫോഴ്സ്മെൻറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ RCC ബീം. അതിൽ നമ്മളൊരു ലോഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ RCC ബീം വിത്ത് സ്റ്റീൽ ഇൻ ടെൻഷൻ സോൺ, RCC ബീമാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ടെൻഷൻ സോണിൽ, അതായത് താഴെ ന്യൂട്രൽ ആക്സിസിന് താഴെ നമ്മളൊരു ടെൻഷൻ ബാർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മെമ്പർ ഫെയിലിയർ ആകുമ്പോൾ ഈ രീതിയിൽ ബെൻഡ് ചെയ്യുള്ളൂ. അതായത് ഒരു കമ്പി വളയുമ്പോൾ എങ്ങനെയാണ്? അതിങ്ങനെ വളഞ്ഞ് കുറേ കഴിഞ്ഞാലേ അത് ക്രാക്ക് ചെയ്ത് പോകത്തുള്ളൂ. അപ്പോൾ RCC മെമ്പർ എന്ന് പറയുമ്പോൾ സഡൻ ക്രാക്കിംഗ് ഉണ്ടാവില്ല. അതിന് ഡക്റ്റൈൽ ഫെയിലിയർ ആയിരിക്കും ഉണ്ടാകുന്നത്, ഈവൺ അണ്ടർ ദ ഹെവി ലോഡ്സ് വിച്ച് ഗീവ്സ് വാർണിംഗ്. അപ്പോൾ PCC ആണെങ്കിൽ വാർണിങ്സ് ഒന്നും ഉണ്ടാവില്ല. ലോഡ് അതിൻ്റെ അൾട്ടിമേറ്റ് ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ ആ മെമ്പർ പെട്ടെന്ന് പൊട്ടി അങ്ങ് പോകും. ഒരു ചോക്ക് പൊടിയുന്ന പോലെ പൊടിഞ്ഞു പോകും. നേരെ മറിച്ച് നമ്മൾ RCC മെമ്പർ ആണെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ ലോഡ് കൊടുക്കുന്നതനുസരിച്ച് അതിൻ്റെ സ്ട്രെങ്ത്ത് കഴിഞ്ഞ് നമ്മൾ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ പതുക്കെ ബെൻഡ് ചെയ്തിട്ട് ഇതേപോലത്തെ ചെറിയ ക്രാക്കുകൾ ആദ്യം കാണാൻ തുടങ്ങും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട്
അത് ക്രാക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ക്രാക്സ് ഒക്കെ കാണാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ അകത്തുള്ള ആൾക്കാർക്ക് മനസ്സിലാവും ആ ഒരു കോൺക്രീറ്റ് ബീം അല്ലെങ്കിൽ മെമ്പർ ഫെയിലിയർ ആകാൻ പോവുകയാണ്. അവിടെ നിന്ന് അവർക്ക് എസ്കേപ്പ് ചെയ്യാനുള്ള ടൈം കിട്ടും. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് ഇതാണ് PCCയും RCCയും തമ്മിലുള്ള വ്യത്യാസം. ഇനി അടുത്ത കുറച്ച് മെറ്റീരിയൽ പ്രോപ്പർട്ടിയും ഗ്രേഡും കാര്യങ്ങളൊക്കെയാണ്. മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ഇത് നമ്മുടെ IS 456 പേജ് നമ്പർ 13 ആദ്യം തന്നെ സിമെൻ്റാണ്. സിമെൻറ്റിൻ്റെ ഒരുപാട് ഗ്രേഡ് ഉണ്ട്. ഗ്രേഡിനെ നമ്മൾ അതിൻ്റെ സ്ട്രെസ് ആയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ 33 ഗ്രേഡ് സിമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 33 എന്ന് പറഞ്ഞാൽ അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. 33 Nm² ആയിരിക്കും അത്. അതുപോലെ ഒരു ബാഗ് ഓഫ് സിമെൻ്റ് എന്ന് വെച്ചാൽ അതിനകത്ത് 50 kg ഉണ്ടാവും. സിമെൻറ്റിൻ്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ 1440 kg/m³ ആണ്. ഓക്കെ, ഇനി അടുത്ത ഫൈൻ അഗ്രിഗേറ്റ്, കോസ് അഗ്രിഗേറ്റ് ആണ് അടുത്ത മെറ്റീരിയൽ. ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ 4.75 mm ആയിരിക്കും മാക്സിമം സൈസ് വരുന്നത്. കോസ് അഗ്രിഗേറ്റ് എന്ന് പറയുമ്പോൾ 20 to 40 mm റേഞ്ചിലുള്ള അഗ്രിഗേറ്റിനെയാണ് നമ്മൾ കോസ് അഗ്രിഗേറ്റ് ആയിട്ട് കോൺക്രീറ്റിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത വാട്ടർ, പോർട്ടബിൾ ഡ്രിങ്കബിൾ വാട്ടറാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടത്. അതിൻ്റെ pH വാല്യൂ നോട്ട് ലെസ് ദാൻ 6 ആ റേഞ്ചിലായിരിക്കണം വരേണ്ടത്. ഇനി സ്റ്റീൽ നമ്മൾ യൂഷ്വലി മൈൽഡ് സ്റ്റീലായിരിക്കും യൂസ് ചെയ്യുന്നത്. അതല്ലാതെ നമുക്ക് HYSD ബാർസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇനി സ്റ്റീലിൻ്റെ യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ 2.1 × 10⁵ Nm². ഇനി അതിൻ്റെ കോയിഫിഷ്യൻറ്റ്, എക്സ്പാൻഷൻ കോയിഫിഷ്യൻറ്റ് 12 × 10⁻⁻6 ആണ്. ഓക്കെ, ഇനി അടുത്ത കോൺക്രീറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കോൺക്രീറ്റിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് അതിനെ നമ്മൾ FCK എന്നാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. കോൺക്രീറ്റിൻ്റെ കംപ്രസീവ് സ്ട്രെങ്തിന് നമ്മൾ FCK എന്നാണ് നൊട്ടേഷൻ കൊടുക്കുന്നത്. അതിൻ്റെ ഡെഫിനീഷൻ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്, കംപ്രസീവ് സ്ട്രെങ്ത് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് ചോദിക്കാറുണ്ട്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ബിലോ വിച്ച് നോട്ട് മോർ ദാൻ 5% ഓഫ് ദ ടെസ്റ്റ് റിസൾട്ട്സ് ആർ എക്സ്പെക്റ്റഡ് ടു ഫോൾ. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്തിൻ്റെ ഡെഫിനീഷൻ വേണമെങ്കിൽ ചോദിക്കാം. അതേപോലെ ടെൻസൈൽ സ്ട്രെങ്ത്, ഇത് നമ്മുടെ IS 456 ക്ലോസ് 6.2.2 ഇതെന്താണെന്നൊക്കെ ഞാൻ പിന്നീട് മെൻഷൻ ചെയ്യാം. ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഓൾസോ നോൺ ആസ് ഫ്ലെക്സറൽ സ്ട്രെങ്ത് ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ FCR = 0.7 √FCK. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇത് ക്ലോസ് 6.2.3 EC യങ്സ് മോഡുലസ് ഓഫ് കോൺക്രീറ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് 5000 × √FCK. അതേപോലെ ഷ്രിങ്കേജിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും പറയുന്നുണ്ട്. ഇനി അടുത്തത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോഡ്സ് ഇൻ RCC സ്ട്രക്ചേഴ്സ്. RCC സ്ട്രക്ചേഴ്സിൽ ആക്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് ലോഡ്സ്: ഡെഡ് ലോഡ്, ലൈവ് ലോഡ്, വിൻഡ് ലോഡ്, സ്നോ ലോഡ്, എർത്ത് വേക്ക് ലോഡ്. ഇതിൽ മെയിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഡെഡ് ലോഡും ലൈവ് ലോഡുമാണ്. ഇതിനകത്ത് ഈ ഡെഡ് ലോഡെന്ന് പറഞ്ഞാൽ ആ മെമ്പറിൻ്റെ തന്നെ സെൽഫ് വെയിറ്റ് ആണ് ഡെഡ് ലോഡെന്ന് ഉദ്ദേശിക്കുന്നത്. ലൈവ് ലോഡെന്ന് വെച്ചാൽ എക്സ്റ്റേണലി നമ്മൾ കൊടുക്കുന്ന അപ്ലൈ ചെയ്യുന്ന ലോഡുകളാണ് ലൈവ് ലോഡുകൾ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ലെക്ചറിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കുറച്ച് തിയറിയൊക്കെ കോഡ് ബുക്കിലുണ്ട്. അത് നിങ്ങൾ കാണാപ്പാടം പഠിക്കുകയൊന്നും വേണ്ട. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് എവിടെയാണെന്ന് മെൻഷൻ ചെയ്യാം. ഇതിപ്പോൾ നമ്മുടെ കോഡ് ബുക്കിൽ പേജ് നമ്പർ 13 ആണ്. IS 456 എന്ന് പറയുന്ന നമ്മുടെ കോഡ് ബുക്കിൽ പേജ് നമ്പർ 13 ആണ്. അതിനകത്ത് മെറ്റീരിയൽ എന്ന് പറഞ്ഞ ഹെഡിങ് ഉണ്ട്. അതിനകത്ത് സിമെൻറ്റിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഓരോ സിമെൻറ്റിൻ്റെ ഗ്രേഡുകൾ പറയുന്നുണ്ട്. റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ്, പോർട്ട്ലാൻഡ് സ്ലാഗ് സിമെൻറ്റ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ സിമെൻറ്റിൽ യൂസ് ചെയ്യുന്ന മിനറൽ അഡ്മിക്സ്ചേഴ്സ് പോസൊളാനോ, ഫ്ലൈ ആഷ്, ഒക്കെ ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഞാനിപ്പോൾ പറഞ്ഞത് കൊണ്ട് ഇവിടെ കാണിച്ച് മെൻഷൻ ചെയ്യുവാണ്. ഇനി അടുത്തത് അഗ്രിഗേറ്റ് ആണ്. അഗ്രിഗേറ്റിനെ പറ്റിയിട്ടുണ്ടെന്നും അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഡീറ്റെയിൽസൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതേപോലെ എടുക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. കോസ് അഗ്രിഗേറ്റ് 20 mm 40 mm സൈസിലുള്ള അഗ്രിഗേറ്റിന്. അതേപോലെ നമ്മൾ വാട്ടർ എടുക്കേണ്ട രീതിയും. ഇപ്പോൾ വാട്ടർ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ പോർട്ടബിൾ ഫ്രഷ് വാട്ടറാണ് എടുക്കേണ്ടത്. അതുപോലെ വാട്ടറിൻ്റെ pHനെ പറ്റി പറഞ്ഞായിരുന്നു, മസ്റ്റ് നോട്ട് ബി ലെസ് ദാൻ 6. അപ്പോൾ അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ കാണാപ്പാടം പഠിക്കണ്ട. ഇത് അറ്റ്ലീസ്റ്റ് ഏത് പേജിലാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി.
അടുത്തത് കോൺക്രീറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കോൺക്രീറ്റിൻ്റെ ഗ്രേഡിനെ പറ്റി പറയുന്നുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്തിൻ്റെ ഡെഫിനീഷനാണ് പറയുന്നത്. അതേപോലെ മിനിമം ഗ്രേഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ പ്രോപ്പർട്ടീസ് ഓഫ് കോൺക്രീറ്റ്, പിന്നെ നമ്മൾ പറഞ്ഞ ഈ ഫ്ലെക്സറൽ ടെൻസൈൽ സ്ട്രെങ്ത്തിൻ്റെ ഡെഫിനീഷൻ, അതിൻ്റെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, പിന്നെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ ഇക്വേഷൻ, ഷ്രിങ്കേജിൻ്റെ തിയറി, കോൺക്രീറ്റിലുണ്ടാകുന്ന ക്രീപ്പ് അതിൻ്റെ തിയറി, അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ കിടപ്പുണ്ട്. ഇത് പേജ് നമ്പർ 16 ആണ് കോഡ് ബുക്കിലെ. ഇനി കോൺക്രീറ്റിൻ്റെ ഡിഫറെൻറ്റ് ഗ്രേഡുകളാണ്. ഇനി അടുത്തത് പ്രൊഡക്ഷൻ ഓഫ് കോൺക്രീറ്റ്. കോൺക്രീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പുകളാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. അതും പഠിക്കണ്ട, ജസ്റ്റ് നോക്കി വെച്ചിരുന്നാൽ മതി എവിടെയൊക്കെ എന്തൊക്കെയാണ് കിടക്കുന്നതെന്ന്. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ബാച്ചിങ് ആണ് ചെയ്യുന്നത്. ബാച്ചിങ് കഴിഞ്ഞാൽ പിന്നെ മിക്സിംഗ് ആണ്. ഇത് പേജ് നമ്പർ 24 ശ്രദ്ധിച്ചേക്കണം. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഫോം വർക്കിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ പ്ലേസിങ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്, അതിൻ്റെ അകത്ത് റീഇൻഫോഴ്സ്മെൻറ്റ് പ്ലേസ് ചെയ്യുന്നതിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ ജോയിൻറ്റുകളൊക്കെ വെൽഡ് ചെയ്യുന്നതിനെ പറ്റി പറയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ കോൺക്രീറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യണം, പ്ലേസ് ചെയ്യണം, കോമ്പാക്ട് ചെയ്യണം, ക്യൂർ ചെയ്യണം. അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെയാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. അതേപോലെ കോൺക്രീറ്റിൻ്റെ അകത്ത് വരുന്ന ജോയിൻറ്റ്സ്, കൺസ്ട്രക്ഷൻ ജോയിൻ്റ് ഉണ്ട്, കോൾഡ് ജോയിൻറ്റ്സ് ഉണ്ട്, അതിനെ പറ്റിയിട്ടുള്ള തിയറി. അത് കഴിഞ്ഞാൽ നമുക്ക് ക്യൂറിംഗ് ആണ്. കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നനച്ചു കൊടുക്കുക, അതിനാണ് നമ്മൾ ക്യൂറിംഗ് എന്ന് പറയുന്നത്. മോയിസ്റ്റ് ക്യൂറിംഗ് ഉണ്ട്, പിന്നെ മെംബ്രെയിൻ ക്യൂറിംഗ് ഉണ്ട്. അതേപോലെ കോൺക്രീറ്റിംഗ് ചെയ്യുമ്പോഴുള്ള സൂപ്പർവിഷനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്. ഇനി കോൺക്രീറ്റിംഗ് അണ്ടർ സ്പെഷ്യൽ കണ്ടീഷൻസ്, അണ്ടർ വാട്ടർ കോൺക്രീറ്റിങ്ങും എക്സ്ട്രീം വെതർ കണ്ടീഷനിൽ കോൺക്രീറ്റ് ചെയ്യേണ്ടതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇനി കോൺക്രീറ്റ് ടെസ്റ്റിങ്ങിനെ പറ്റിയിട്ടുള്ള 2 മെത്തേഡ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കോർ ടെസ്റ്റ് എന്താണെന്ന് പറയുന്നുണ്ട്. അതേപോലെ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് NDT പറ്റിയും ഇവിടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് നോക്കാനുള്ളത് ലോഡ്സ് ആൻഡ് ഫോഴ്സസ് ആക്ടിങ് ആണ്. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു, ഡെഡ് ലോഡ്. ഇപ്പോൾ ഡെഡ് ലോഡ് എന്താണെന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ലൈവ് ലോഡ്, വിൻഡ് ലോഡ്, സ്നോ ലോഡ്, എർത്ത് ലോഡ്, ഷ്രിങ്കേജ്, ക്രീപ്പ്, ടെമ്പറേച്ചർ എഫക്റ്റ്, അതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇതൊന്നും നിങ്ങൾ കാണാപ്പാടം പഠിക്കേണ്ട. അതുകൂടാതെ അതർ ഫോഴ്സസ്, മറ്റ് ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്ന എന്തൊക്കെയാണ്, കോമ്പിനേഷൻ ഓഫ് ലോഡ്സ് ആക്ട് ചെയ്യുന്ന എന്തൊക്കെയാണ്, പിന്നെ ഒരു സ്ട്രക്ചറിലുണ്ടാകുന്ന ഫെയിലിയർ, ഓവർ ടേണിങ് ഫെയിലിയർ, അതേപോലെ സ്ലൈഡിങ് ഫെയിലിയർ, ആ വക ഡീറ്റെയിൽസും മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാനത് പേജ് നമ്പർ കാണിച്ചതേ ഉള്ളൂ. ഇതേപോലെ നമുക്ക് ഓരോ ടോപ്പിക്സ് കവർ ചെയ്യുമ്പോൾ അതിനെപ്പറ്റി ആ ലെക്ചറിൽ പറഞ്ഞു പോകുന്ന കോഡ് ബുക്കിലെ പേജ് നമ്പറും തിയറീസും എന്തൊക്കെയാണെന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യാം. ഞാനിതെല്ലാം വായിക്കാത്തത് ഒരുപാട് സമയം പോകും. അപ്പം ജസ്റ്റ് ഞാനിത് പറഞ്ഞു വെക്കുന്നത്, ജസ്റ്റ് നിങ്ങൾ ഈ ലെക്ചർ കാണുന്നതിൻ്റെ ഒപ്പം ഈ കോഡ് ബുക്ക് എടുത്തിട്ട് ഈ പേജുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. അപ്പോൾ ഓരോ ലെക്ചറിലും നമ്മളിതുപോലെ ഒന്ന് ആ പേജ് നമ്പർ എടുക്കുകയും അത് എന്താണ് കിടക്കുന്നതെന്ന് ഹെഡിങ്ങും കണ്ടൻറ്റൊക്കെ ഒന്ന് വായിക്കുകയും ചെയ്താൽ ഇത് ഓട്ടോമാറ്റിക്കലി നമ്മൾ പഠിച്ചോളും. നമ്മൾ പിന്നെ അത് പേജ് നമ്പർ കഷ്ടപ്പെട്ട് ഓർത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെക്ചറിൽ ഇത്രയാണുള്ളത്. താങ്ക് യു.